ഗുഡ് മോർണിംഗ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എ ക്രിസ്മസ് ഡേ ഇൻ ദ മോർണിംഗ് എന്നുള്ള എ ക്രിസ്മസ് ഡേ ഇൻ ദ മോർണിംഗ് പേളസ് ബക്കിൻ്റെ റൈറ്റിംഗ് ഷോർട്ട് സ്റ്റോറിയാണ്. സോ നമ്മൾ അതിൻ്റെ പാർട്ട് 1 നമ്മൾ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഫിനിഷാക്കി കഴിഞ്ഞു. സോ നമ്മൾ ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനി ഇവിടെ നിന്നാണ്. പേജ് നമ്പർ 6 ആണ്. പേജ് നമ്പർ 6 ആക്ച്വലി. ഒരു മിനിറ്റ്. പേജ് നമ്പർ 6 ജസ്റ്റ് ആ ഫാദർ കൊടുക്കുന്ന ഗിഫ്റ്റ് അവൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ട്. റോബാണ് നമുക്ക് ആക്ച്വലി സ്റ്റോറി നമുക്ക് നറേറ്റ് ചെയ്യുന്നത്. റോബാണ് സൺ, മകൻ റോബാണ്. സോ റോബിൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. അവൻ്റെ ഹാബിറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഫാദറിന് ഹി ലവ്ഡ് ഹിസ് പാരൻസ്. പാരൻസിനോട് വളരെയധികം റെസ്പെക്റ്റും ലവാണ് റോബിനുള്ളത്. അപ്പോൾ ജസ്റ്റ് ബാൺ അവിടെ കണ്ടില്ലേ. ഡാഡ് ഹി ഹാഡ് വൺസ് ആസ്ക്ഡ് വെൻ ഹി വാസ് എ ലിറ്റിൽ ബോയ് വാട്ട് ഈസ് സ്റ്റാബിൾ. ഇറ്റ്സ് ജസ്റ്റ് എ ബാൺ. ഹിസ് ഫാദർ റിപ്ലൈഡ് ലൈക്ക് അവേഴ്സ്. ഈ എന്താണ് ബാൺ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഈ നിലവറ എന്നൊക്കെ പറയൂലേ, അത് ഈ നമ്മുടെ ധാന്യങ്ങളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ ബാൺ. അതിനുശേഷം the thought struck him like a silver dagger. Why should he not give his father a special gift too? Out there in the barn, he could get up earlier than 4 o'clock, and he could creep into the barn and get all the milking done. So ക്രിസ്മസ് മോർണിംഗിൽ അവൻ വളരെ നേരത്തെ എഴുന്നേറ്റു. സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടൂലേ അന്ന്. സോ അതുകൊണ്ട് തന്നെ അവൻ്റെ ജോലികളൊക്കെ ഫിനിഷ് ചെയ്യാണ്. ഏർലിയർ ദാൻ 4 o'clock അവന് ഹി വാസ് വേക്കപ്പ് ഏർലിയർ ദാൻ 4 o'clock and creep into the barn and get all the milking done. മിൽക്കിംഗ് എന്ന് വെച്ചാൽ ഫാം മീൻസ് അവരുടെ മീൻസ് പശു കൗവാണ് ഇവിടുത്തെ മെയിൻ. അവർ ഫാമിങ്ങിലെ മെയിൻ അവരുടെ സോഴ്സ് എക്കണോമിക് സോഴ്സ് എന്ന് വെച്ചാൽ കൗവാണ്. he would do it alone. അവൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്തു. മിൽക്ക് ആൻഡ് ക്ലീൻ അപ്പ് എല്ലാം ക്ലീൻ ചെയ്തു. മിൽക്ക് മീൻസ് പാല് കറക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ വെൻ ഹിസ് ഫാദർ വെൻറ്റ് ഇൻ to start the milking, he had see it all done. അച്ഛൻ എഴുന്നേറ്റ് ചെല്ലുമ്പോഴേക്ക് എല്ലാം അവൻ ക്ലീനാക്കി എല്ലാം ചെയ്തു കഴിഞ്ഞു. ആൻഡ് ഹി വുഡ് നോ ഹൂ ഹാഡ് ഡൺ ഇറ്റ്. അയാൾ ആരാണെന്ന് അറിയാനൊരു കൊതി അച്ഛന് ഒരു ടെൻഡൻസ് ആരാണ് ഇത് ചെയ്തത് എന്നുള്ളത്. ഹി ലാഫ്ഡ് ടു ഹിംസെൽഫ് ആസ് എ ഗേസ്ഡ് അറ്റ് ദ സ്റ്റാർസ്. എന്നിട്ട് അവൻ ആകെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ചിരിച്ചു. ഗേസ്ഡ് എന്ന് വെച്ചാൽ തുറച്ചു നോക്കുക എന്നാട്ടോ. ഇറ്റ് വാസ് വാട്ട് ഹി വുഡ് ഡു and he mustn't sleep too sound. ആക്ച്വലി അവൻ തന്നെയാണ് ചെയ്തത് എന്ന് അറിഞ്ഞപ്പോൾ വളരെ ഈ സമയത്തൊക്കെ നല്ല സൗണ്ട് സ്ലീപ്പ് എന്ന് വെച്ചാൽ നല്ല ഉറക്കമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. He must have waked 20 times, scratching a match each time to look at his old watch. Midnight and 1:30 and then 2 o'clock. അവൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ട് ആ രാത്രി. കാരണം അവൻ 2 o'clock എഴുന്നേറ്റു. ഇടയ്ക്കിടയ്ക്ക് വാച്ച് വന്ന് നോക്കിയിട്ടുണ്ട്. At a 2:45 he got up and put on his clothes. 2:45 എന്ന് വെച്ചാൽ 3:45 അതാണ് ഉദ്ദേശിക്കുന്നത്. 3:45 ആണ് ഉദ്ദേശിക്കുന്നത്. ഹി ക്രാപ്പ് ഡൗൺ സ്റ്റെയർസ് കെയർഫുൾ ടു ദ ക്രീക്കി ബോർഡ്. ക്രീക്ക് എന്ന് വെച്ചാൽ സ്ക്രാപ്പിംഗ് ഓഫ് സ്ക്യൂക്കിംഗ് സൗണ്ട് ആട്ടോ. സ്ക്രാപ്പിംഗ് ഓഫ് സ്ക്യൂക്കിംഗ് സൗണ്ട് പെർട്ടിക്കുലർ സൗണ്ടിനെയാണ് ഈ ക്രീക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ലെറ്റ് ഹിംസെൽഫ് ഔട്ട്. ദ കൗ ലുക്ക്ഡ് അറ്റ് ഹിം സ്ലേപ്പി ആൻഡ് സർപ്രൈസ്ഡ്. ഇറ്റ് വാസ് ഏർലി ഫോർ ദം ടു. കൗ മീൻസ് ഞാൻ പറഞ്ഞില്ലേ, ആ ബാണിലുള്ളത് പശുക്കളാണ്. പശുവിനെ കറക്കാനാണ് ഫാദർ അത്രയും നേരത്തെ എഴുന്നേൽക്കുന്നത്. സോ എപ്പോഴും ഫാദറാണ് പോവാറ്. അപ്പോൾ അവനെ കണ്ടപ്പോൾ ദ കൗസ് ആർ ഓൾസോ വെരി സർപ്രൈസ്ഡ്. ഇറ്റ് വാസ് ഏർലി ഫോർ ദം ടു. I had never milked all alone before. അവനൊരിക്കലും അതിനു മുന്നേ he couldn't milked alone before അതിനു മുന്നേ ഒരിക്കലും അവൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. But it seemed almost easy. But here he felt that it was easy. He kept thinking about his father's surprise. ആ സമയം he was always thinking about the father's surprise. His father would come and get him, saying that he would get things started while Rob was getting dressed.
he he had go to the he would go to the barn, open the door, and then he would go get the two big empty milk cans, but they wouldn't waiting or empty. They would be standing in the milk house filled. He could hear his father exclaiming. അപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയതുകൊണ്ട് തന്നെ അച്ഛൻ എന്താണ്, ഹി വാസ് വെരി എക്സ്ക്ലൈംഡ് ഫോർ ഹിസ് സൺ. അച്ഛൻ വളരെ, ഇവിടെ ഒരു പിക്ചർ കൊടുത്താണ്ടില്ലേ, എന്താണ്, മിൽക്കിംഗ് ആണ്, മിൽക്കിങ്ങിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. Then he smiled and milked steadily, two strong streams rushing into the pail, frothing and fragrant. ഫ്രോത്ത് എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ നമ്മൾ പാത്രത്തിലേക്ക് മിൽക്ക് ചെയ്യുമ്പോൾ ഈ മീൻസ് പതഞ്ഞ് വരൂലേ, അതാണ് ഈ ഫോം ഉണ്ടാവുന്നതിനെയാണ് ഫ്രോത്തിങ് എന്ന് പറയുന്നത്. The task went more easily than he had ever known it to go before. Milking for മിൽക്കിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ എന്താണ്, ദ ടാസ്ക് വെൻറ്റ് മോർ ഈസിലി ദെൻ ഹി ഹാഡ് ever known it to go before. Milking for once was not a chore. Chore means a routine task, especially a household one. ഒരു നമ്മൾ വീട്ടിൽ സ്ഥിരം നടത്തുന്ന ഒരു ജോലിയുടെ ഒരു ഹൗസ് ഹോൾഡ് വർക്കിൻ്റെ ഒരു ടാസ്ക്കാണ്, ഒരു ടാസ്ക്. നമ്മളിപ്പോൾ ടാസ്ക് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അത് ആണ് ഈ കോർ എന്ന് പറയുന്നത്. സോ മിൽക്കിംഗ് ഫോർ വൺസ് വാസ് നോട്ട് എ കോർ. അതൊരു കോറായിട്ടൊരു ഹൗസ് ഹോൾഡ് വർക്കിൻ്റെ ഒരു ടാസ്ക് ആയിട്ടല്ല ഏറ്റെടുത്തത്. ആൻഡ് ഇറ്റ് വാസ് സംതിങ് എൽസ്, എ ഗിഫ്റ്റ് ടു ഹിസ് ഫാദർ ഹു ലവ്ഡ് ഹിം. ഇത് എന്താണ്, തൻ്റെ ഹിസ് ഫാദർ ഹു ലവ്ഡ് ഹിം, അച്ഛൻ മകനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഗിഫ്റ്റായിട്ടാണ് അവൻ ചെയ്യുന്നത്. ഹി ഫിനിഷ്ഡ് ദ 2 മിൽക്ക് കാൻസ് വർ ഫുൾ. അങ്ങനെ 2 ക്യാനും ഫുള്ളായി. ആൻഡ് ഹി കവേർഡ് ദം ആൻഡ് ക്ലോസ്ഡ് ദ മിൽക്ക് ഹൗസ് door carefully, making sure for the latch. Latch means എന്താണ്, ഡോ വിൻഡോ ഫാസ്റ്റണ്. എല്ലാം ക്ലിയറാക്കി, എല്ലാം ക്ലീൻ ചെയ്തു. ആൻഡ് കെയർഫുള്ളി ആ ഡോറൊക്കെ അടച്ചു. ഒന്നുകൂടെ എന്താണ്, അത് അടഞ്ഞിനോന്നൊന്ന് കൺഫേം ചെയ്തു. Back in his room, he had only a minute to pull off his clothes in the darkness and jump into bed. അങ്ങനെ വന്ന് പെട്ടെന്ന് തന്നെ എന്താണ്, ബെഡിലേക്ക് ജമ്പ് ചെയ്തു, ചാടിക്കയറി. For the heard his father up. He put the covers over his head to silence his quick breathing. The door opened. Rob, അങ്ങനെ അവൻ നോക്കുമ്പോൾ അച്ഛൻ എന്താണ്, ഡോറൊക്കെ തുറന്നു, അവൻ്റെ അടുത്തേക്ക് വരികയാണ്. Rob, his father called. We had to get up, son, even if it is Christmas. എഴുന്നേക്ക്, ഇത് ക്രിസ്മസ് മോർണിംഗ് ആണ് എന്നാണ്. Oh right, he said sleepily. അവൻ പറഞ്ഞു അവൻ ചിലപ്പോൾ എന്താണ്, അവൻ അഭിനയിക്കുകയായിരിക്കും, ആക്ട് ചെയ്യുമായിരിക്കും. ഒരു പക്ഷെ അവനെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവൻ കിടന്ന് ഉറങ്ങുന്നതാണെന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാണ്. Then the door closed and he lay still, laughing to himself. എന്നിട്ട് ഡോറൊക്കെ അടച്ച് അച്ഛനോട് സ്മൈൽ ചെയ്തു. In just a few minutes his father would know his dancing heart was ready to jump from his body. The minutes were endless, 10, 15. He did not know how many. And he heard his father's footstep again. The door opened and he lay still. Rob asked Dad. His father was laughing. A cure means strange ആണ്. സോബിങ് എന്ന് വെച്ചാൽ എന്താണ്, ക്രൈ അൺകൺട്രോളബിളി, വളരെ കൺട്രോളബിൾ അല്ല, തേങ്ങി കരയും, അതാണ് ഉദ്ദേശിക്കുന്നത്. സോബിങ് സോർട്ട് ഓഫ് ലവ്, ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു തേങ്ങൽ എന്നാണ് പറഞ്ഞത്. തോട്ട് യു ഹാഡ് ഫോൾഡ് മീ. Did you? His father was standing by his bed, feeling for him, pulling away the cover. It's for Christmas, Dad. അപ്പോൾ അച്ഛൻ പറയാണ്, നീ എന്നെ ഫോൾ ചെയ്തു, നീ എന്നെ വിദ്യയാക്കിയില്ലേ, ഇത് ക്രിസ്മസ് ആണ് ഡാഡ് എന്ന് പറഞ്ഞു. He found his father and clutched him in a great hug. He felt his father's arms go around him
ഇറ്റ് വാസ് ഡാർക്ക് ആൻഡ് ദേ കുഡ് നോട്ട് സീ ഈച്ച് അതേഴ്സ് ഫേസസ്. അങ്ങനെ അവർ രണ്ടുപേരും ഹഗ് ചെയ്തു. അച്ഛൻ്റെ കൈകൾ ഒന്നുകൂടെ മുറുക്കി ഹഗ് ചെയ്യിപ്പിക്കാൻ അവൻ ചെയ്തു. സൺ, ഐ താങ്ക് യു. മകനോട് അച്ഛൻ താങ്ക്സ് പറയാൻ. നോബഡി എവർ ഡിഡ് എ നൈസർ തിങ്. ഇത് ആരും ചെയ്യൂല എത്രത്തോളം നീ ചെയ്തതുപോലെ ഒരു കാര്യം. ഓ ഡാഡ്, ഐ വാണ്ട് യു ടു നോ ഐ ഡു വാണ്ട് ടു ബി ഗുഡ്. The words broke from him of their own will. He did not know what to say. His heart was bursting with love. അങ്ങനെ എന്താണ് അവൻ്റെ വാക്കുകൾ, ഹി വാസ് ഷിവറിങ് ഹിസ് വേർഡ്സ് ആൻഡ് ഹി വാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് ഹിസ് വേർഡ്സ് ആർ ഷിവറിങ്. ഹാപ്പിനെസ്സും ഉള്ളതുകൊണ്ട് തന്നെ ഹിസ് വേർഡ്സ്, നമുക്കിപ്പോൾ ഒരുപാട് സന്തോഷം വരുമ്പോൾ ഒരുപാട് സങ്കടം വരുമ്പോൾ നമ്മുടെ സംസാരം, നമ്മുടെ വേർഡ്സ് ഷിവർ ചെയ്യും അല്ലേ. അത് നമ്മുടെ തൊണ്ടയിൽ നിന്ന് സൗണ്ട് വരുമ്പോൾ അതൊരു ഷിവറിങ് ആയിട്ട് മാറും. അതെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ തീവ്രതയാണ്, ഡീപ്നെസ്. അതെനിക്ക് തോന്നുന്നത് അതായിരിക്കാമെന്നാണ്. നമ്മളിപ്പോൾ ഒരു ഇമോഷണലി ആകുമ്പോൾ എന്താണ്, വി ഹാവ് ടു ഫുൾ ഓഫ് ഹാപ്പി, അല്ലെങ്കിൽ എന്താണ് എ ഗ്രേറ്റ് സാഡ്നെസ്. എന്താണ് ആ സമയത്ത് നമ്മൾ സൗണ്ട്സ് വല്ലാതെ നമ്മൾ അതിനെ എന്താണ് അതുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ആ ഒരു ഇതിനെ മെൻഷൻ ചെയ്യുന്നത് കൊണ്ടാണത്. വചൻ അവൻ്റെ വാക്കുകൾ എന്താണ്, ബേസ്റ്റിംഗ് വിത്ത് ലവ്. അത്രയും ബേസ്റ്റിംഗ് എന്ന് വെച്ചാൽ സ്ഫോടനം എന്നൊക്കെ പറയും. ആക്ച്വലി ഇവിടെ ബേസ്റ്റിംഗ് എന്ന് വെച്ചാൽ സ്നേഹം അങ്ങ് നിറഞ്ഞൊഴുകി എന്നൊക്കെ പറയാം. He got up and pulled on his clothes again and they went down to the Christmas tree. Oh, what a Christmas! And how his heart had nearly burst again with shyness and pride. And as his father told his mother and made the younger children listen about how he had got up all by himself. അച്ഛൻ എല്ലാവരോടും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്, മദറിനോടും മറ്റ് സിബ്ലിങ്സിനോടൊക്കെ. The best Christmas gift I ever had, and I will remember it, son, every year on Christmas morning, so long as I live. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിട്ട് എന്താണ്, എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ടാണ് ഫാദർ അതിനെ കാണുന്നത്. ഞാൻ എപ്പോഴൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് ആ ജീവിതകാലം മുഴുവൻ ഞാൻ ഇത് ഓർക്കുന്ന ഫാദർ പറയുകയാണ്. They had both remembered it. രണ്ടുപേരും അത് ഓർത്തിരിക്കും. ആൻഡ് നൗ ദാറ്റ് ഹിസ് ഫാദർ വാസ് ഡെഡ്. ഇപ്പം എന്താണ്, അച്ഛനില്ല, കൂടെയില്ല. ഹി റിമെമ്പേർഡ് ഇറ്റ് അലോൺ. ദാറ്റ് ബ്ലെസ്ഡ് ക്രിസ്മസ് ഡോൺ വെച്ച പ്രഭാതാണ്. വെൻ അലോൺ വിത്ത് ദ കൗസ് ഇൻ ദ ബാൺ ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ട്രൂ ലവ്. അതാണ് അവൻ്റെ ആദ്യത്തെ ഒരു ഗിഫ്റ്റ്. സംതിങ് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുകയാണ് അവൻ. ആ ഫാദറിന് വേണ്ടിയിട്ട് അവൻ പ്രപ്പോസ് ചെയ്യാണ് ആ ഗിഫ്റ്റ്. അതൊരു ഗിഫ്റ്റ് വിത്ത് ഫുൾ ഓഫ് ലവ് ആണ് അല്ലേ, സ്നേഹം നിറഞ്ഞൊരു ഗിഫ്റ്റാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയത് അതല്ല, നമ്മുടെ എഫേർട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ ഫാദറിന് വേണ്ടിയിട്ട് ഫാദറിന് കൊടുക്കാൻ പറ്റുന്ന എഫേർട്ടാണ് അല്ലേ. പൈസ കൊടുത്തൊന്നും കിട്ടില്ല, ആ ഒരു മണി കൊണ്ട് കിട്ടുന്നതൊന്നുമല്ല അത്. They had both the Christmas. He wanted to write a card to his wife and tell her how much he loved her. It had been a long time since he had really told her, although he loved her in a very special way, much more than he ever had when they were young. He had been fortunate that she had loved him. Oh, that was the true joy of life, the ability of love. Love was still alive in him. It still was. So next പറയുന്നത് ആ ക്രിസ്മസിൻ്റെ വൈഫിനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. വൈഫിന് ഗിഫ്റ്റ് കൊടുക്കുക വെച്ചാൽ ഹി വാസ് നോട്ട് യങ്. ഇപ്പോൾ അവൻ ഒരു യങ് ആയ വ്യക്തിയൊന്നുമല്ല. സോ എന്താണ്, അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എന്താണ് ഫാദർ ഇപ്പോഴില്ല. സോ വൈഫിന് എന്താണ് കാർഡിൽ എന്താണ് അവരോടുള്ള സ്നേഹമാണ് അതിൽ കാണിക്കുന്നത്. എന്താണ് ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അന്ന് എങ്ങനെ സ്നേഹിച്ചുവോ ആ ഒരു ഡെപ്ത് ഓഫ് ലവ് ഇസ് എന്താണ് നൗ ഇസ് സ്റ്റിൽ നൗ. എന്താണ് അതിപ്പോഴും എന്താണ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നൗ ദ ലവ് ഇസ് കണ്ടിന്യൂയിങ് സ്റ്റിൽ ദ മൊമെൻറ്റ് ഓഫ് ഹി റൈറ്റ് ദ കാർഡ്. ആ കാർഡ് എഴുതുന്നത് ആ സമയം മുതൽ അത് എന്താണ് അവരുടെ യങ്ങർ ഡേയ്സ് മുതൽ ഇപ്പോഴും വരില്ല. ആ സ്നേഹത്തിന് ഒരിക്കലും മങ്ങലില്ല. അതാണ് അവർ പറഞ്ഞത്. എന്താണ് ദാറ്റ് വാസ് ട്രൂ ജോയ് ഓഫ് ലവ്. ലവ് ഇസ് ദ ട്രൂ ജോയ് ഓഫ് ലൈഫ്. അത് സത്യമല്ലേ, സ്നേഹമാണ് നമുക്ക്. ഇപ്പം നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഇടയിൽ ഒരു ലവ് ഇല്ലെങ്കിൽ, ഇൻ ബിറ്റ്വീൻ ദർ ഇസ് നോ ലവ്, എന്താണ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് റിലേഷൻഷിപ്പ് അല്ലേ, നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല അത്. അത് ഇൻ ബിറ്റ്വീൻ എന്താണ് ബ്രദേഴ്സ് ആയിക്കോട്ടെ, ഇൻ ബിറ്റ്വീൻ സിസ്റ്റേഴ്സ് ആൻഡ് ഇൻ ബിറ്റ്വീൻ മദർ ആൻഡ് ഡോട്ടേഴ്സ് അല്ലെങ്കിൽ മദർ ആൻഡ് സൺ ആൻഡ് ഇൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നെയ്ബേഴ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് എന്ത് വേണം, ദ റിലേഷൻഷിപ്പ് വുഡ് ബി എക്സിസ്റ്റ് ഇൻ ദ
പാഷൻ ഓഫ് ലവ്, അല്ലെ ആ ഒരു ലവ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എക്സിസ്റ്റഡ് ആവുള്ളൂ. സോ അതാണ് അവിടെ പറഞ്ഞത്, ലവ് വാസ് സ്റ്റിൽ അലൈവ്, അതൊരു അലൈവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. സോ ഇറ്റ് occurred to him suddenly that it was alive because long ago it had been born in him when he knew his father loved him. That was it. Love alone could awaken love, and he could give the gift again and again. This morning, this blessed Christmas morning, he would give it to his beloved wife. Beloved means എന്നാണ് പ്രിയപ്പെട്ടതാണ്, പ്രിയപ്പെട്ട വൈഫ്. He could write it down in a letter for her to read and keep forever. He went to his desk and began his love letter to his wife. My dearest love, such a happy Christmas. then എന്താണ് അതിൽ എഴുതുന്ന വാക്കുകളിലൂടെ ആ ഒരു ബ്ലെസ്സഡ് മോർണിംഗിൽ, ക്രിസ്മസ് മോർണിംഗിൽ നമ്മളൊക്കെ ക്രിസ്മസിന് കാർഡൊക്കെ, ഞാനൊക്കെ എൻ്റെയൊക്കെ SSLC അല്ലെ എൻ്റെയൊക്കെ ഡിഗ്രി ഇല്ല SSLC ആണെന്ന് തോന്നുന്നു, SSLC +2 ടൈമിൽ ഈ കാർഡ് ഗിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കരമാണ്. നല്ല മീൻസ് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരുപാട് കാർഡ്സ് ഉണ്ടാവും. അത് സെലക്ട് ചെയ്യാനും, അത് ചിലത് സിമ്പിളായിട്ടുണ്ടാവും, ചെറുതുണ്ടാവാം, ചിലത് ഓപ്പൺ ആക്കുമ്പോൾ നല്ല രസങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ എഴുതിയിട്ട് വിഷ് എഴുതിയിട്ട് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അതെങ്ങനെയായിരിക്കും അതിൻ്റെ പിക്ചറും കാര്യങ്ങളും ഇതൊക്കെ കാണാൻ ഭയങ്കര രസമായിരിക്കും. ബർത്ത്ഡേ ഗിഫ്റ്റും എസ്പെഷ്യലി ബർത്ത്ഡേക്കും ക്രിസ്മസിനാണ് കൊടുക്കുക. എനിക്കിപ്പോൾ എൻ്റെ ഒരു ഓർമ്മ, എനിക്ക് അങ്ങനെ ഇതിപ്പം പറയുമ്പോൾ ഓർമ്മയാണ്, ഞാൻ കുറച്ച് കാലം എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞുകൂടാ, ചൈൽഡ്ഹുഡ് ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സെക്കൻഡ് സമയത്ത് ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഒപ്പം ഇവിടെയായിരുന്നു, ആന്ധ്രാപ്രദേശിലെ ആന്ധ്രയിലുണ്ടായിരുന്നു കുറച്ച് കാലം. അപ്പോൾ ഞാനവിടെ ചെന്നു. അവിടെ ഞങ്ങൾ അവിടെ റൂമിൻ്റെ അടുത്തുള്ള ഓണേഴ്സ് ഉണ്ട്, ആ റൂമിൻ്റെ ഓണറുണ്ട്. ഞങ്ങൾക്കൊരു വീടാണ്, റെൻറ്റിന് ഉള്ള വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുക. അച്ഛനും ഞാനും ഫാദറും മദറും ഞാനും പിന്നെ എൻ്റെ ബ്രദറും. അപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്തൊരു, ഞാനിപ്പോൾ ഇത് ചെയ്യല്ല, ലാഗ് ചെയ്യല്ല, എൻ്റെ ഒരു ഓർമ്മ പറയുകയാണ്. ആ താമസിക്കുന്ന സമയത്തൊരു ചേട്ടനുണ്ട് അവിടുത്തെ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓണറായ ചേട്ടനാണ്, അവിടെയുള്ള അമ്മയുടെ മകൻ. ആ ചേട്ടൻ എന്താണ്, നാഗു എന്നാണ് പേര് കേട്ടോ, ആന്ധ്രയിലില്ലേ നാഗു, ഇങ്ങനെയൊക്കെ ആയിരിക്കും പേര്. ആ ചേട്ടന് ഭയങ്കര, ഞാനന്ന് ചെറുതായിരുന്നു, 2ാം ക്ലാസ് പോകുന്ന ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഭയങ്കര ഇഷ്ടമാണ് എന്നോട്, ഭയങ്കര എന്നെ കളിപ്പിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്തു, ഇവരെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു നമ്മുടെ മലയാളം വേർഡ്സൊക്കെ. ഈ വാളാന്നൊക്കെ ഈ പറയുള്ളൂ, ഒരിക്കലും അവർക്ക് വഴങ്ങില്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ശരിക്കും അവരെങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് അവിടുന്ന് ഞാൻ ആണെങ്കിൽ പോന്നു. ഞങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, വീട്ടിലൊക്കെ വന്നു. ഇവിടെ വന്നപ്പോൾ വീട്ടിൽ വന്നു, എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്, മാരേജിനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ക്രിസ്മസിനും എന്താണ് എനിക്ക് കാർഡ് അയക്കുമായിരുന്നു, ഇപ്പോഴും അയക്കാറുണ്ട്. അത് എനിക്ക് എന്നും വേറെ ആരൊക്കെ എനിക്ക് അങ്ങനെ കാർഡൊന്നും അയക്കാമെന്ന് മീൻസ് എനിക്കിപ്പോൾ നമ്മുടെ ഫോണിലല്ലേ അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും അവരെ എനിക്ക് അയക്കും. ഫാമിലിയായിട്ട് നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് എല്ലാ ക്രിസ്മസിനും. അപ്പോൾ ആ ഒരു സ്നേഹം അല്ലേ, ആ ഒരു കാർഡിലൂടെ കാണിക്കുന്നത് പെർട്ടിക്കുലർ അങ്ങനെ പറയില്ല, അതും ഒരു സ്നേഹമായിരുന്നു, ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കയ്യൊപ്പായിരുന്നു എന്ന് പറയാം, സ്നേഹത്തിൻ്റെ അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ട്, ഇത് കേട്ടപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു, അത്രത്തോളം കേട്ടോ, അല്ലാതെ ഞാൻ ബോറടിപ്പിച്ചിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. സോ അപ്പോൾ അത് അവസാനിക്കുന്നത് ഏതാണ്, ബിലവഡ് വൈഫിന്. ബിലവഡ് എന്ന് വെച്ചാൽ വളരെ ഡിയറസ്റ്റ് എന്നാണ് പറയുന്നത്. ദ മോർണിംഗ് ഈസ് ഓൾവേസ് ബ്ലെസ്ഡ്, ദാറ്റ് മോർണിംഗ് ഈസ് ക്രിസ്മസ് മോർണിംഗ്. സോ ഇറ്റ് വാസ് ബ്ലെസ്ഡ് ടൈം അല്ലേ, വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള അനുഗ്രഹീതമായൊരു മോർണിംഗ് ആണ് ക്രിസ്മസ് മോർണിംഗ് എന്ന് പറയുന്നത്. ക്രിസ്മസ് ഈവ് ആയിക്കോട്ടെ അതും. he could write it down in a letter for her to read and keep forever. അവർ വായിക്കാൻ വേണ്ടി, എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ വേണ്ടി എഴുതുന്നതാണ്, അവർക്ക് വേണ്ടി, ഡിയറസ്റ്റ് വൈഫിന് വേണ്ടിയിട്ട്. എന്താണ് ലവ് ലെറ്റർ എന്ന് വേണേൽ പറയാം. വൈഫിന് എഴുതുമ്പോൾ നമ്മൾ ലവ് ലെറ്റർ അല്ലേ, മൈ ഡിയറസ്റ്റ് ലവ് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. മൈ ഡിയറസ്റ്റ് ലവ്, സച്ച് എ ഹാപ്പി ക്രിസ്മസ്. വളരെ ഹാപ്പി എന്ന് പറയുന്നത് ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഇൻക്രീസിങ് ആണ് കേട്ടോ. അതുവരേ ഉള്ളൂ ആക്ച്വലി പാഠം, അത് അത്രയേ ഉള്ളൂ നമ്മളെ പാഠഭാഗത്തിന്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ ആയിരുന്നു എന്ന് തോന്നുന്നു. വൈ ഡിഡ് ഹി വിഷ് ദാറ്റ് ഹി ഹാഡ് ബെറ്റർ പ്രസൻറ്റ് ഫോർ ഹിസ് ഫാദർ ദാറ്റ് ക്രിസ്മസ്?
എന്തുകൊണ്ടാണ് അവൻ വിഷ് ചെയ്യുന്നത്? ഒരു ബെറ്റർ പ്രസൻറ്റ് ഫാദറിന് കൊടുക്കണമെന്ന് എന്താണ് വിഷ് ചെയ്യുന്നത്? ബിക്കോസ് ദാറ്റ് ക്രിസ്മസ് ഇസ് വെരി സ്പെഷ്യൽ. ക്രിസ്മസ് ഡേ ആണ്. ഹി ഓൾവേസ് പ്രീ-പ്ലാൻഡ് ഫോർ ദാറ്റ് ഗിഫ്റ്റ് അല്ലേ. അതാണ് ദ തോട്ട്. 11ാമത്തെ ചോദ്യമാണ്. ദ തോട്ട് struck him like a silver dagger. What was the thought? എന്തായിരുന്നു അവൻ്റെ തോട്ട് എന്ന് പറയുന്നുണ്ട്. ദ തോട്ട് struck him. ഇവിടെ ഫസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അത് ഇതെവിടെ? The thought struck him like a silver dagger. Why should he not give his father a special gift to out there is in the barn? He could get up. എന്തായിരുന്നു ആ തോട്ട്? സിൽവർ ഡാഗർ എന്ന് വെച്ചാൽ ആ ഒരു മോർണിംഗിൽ അച്ഛന് കൊടുക്കാനുള്ള ആ ഒരു ഗിഫ്റ്റിനെ ഓർത്തിട്ട് അവൻ്റെ തോട്ട് ചിന്തകൾ എന്താണ് ഇങ്ങനെ സിൽവർ ഡാഗർ പോലെ ആയിട്ടുണ്ട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അത്രത്തോളം ഹാർഡായിട്ട് നിൽക്കുന്നതെന്നാണ് കേട്ടോ. അടുത്ത 12th ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് എ സ്പെഷ്യൽ ഗിഫ്റ്റ് ഹി പ്ലാൻ ടു ഗിവ് ഹിസ് ഫാദർ ദാറ്റ് ക്രിസ്മസ് മോർണിംഗ്? ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് അവൻ പ്ലാൻ ചെയ്ത ക്രിസ്മസ് ഗിഫ്റ്റ്? ആ മിൽക്കിംഗ് ചെയ്യാൻ അച്ഛൻ എടുക്കുന്ന ജോലി അവൻ എന്താണ് മുന്നേ പോയിട്ട് ചെയ്യുകയാണ്. അടുത്ത എന്താണ്? ഇഫ് യു വേർ ഇൻ എ പ്ലേസ് ഓഫ് റോബർട്ട് വാട്ട് പ്രസൻറ്റ്? റോബർട്ട് എന്ന് വെച്ചാൽ റോബിൻ്റെ ആക്ച്വൽ പേരാണ് റോബർട്ട്. 13th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു വേർ ഇൻ എ പ്ലേസ് ഓഫ് റോബർട്ട് വാട്ട് പേഴ്സൺ വുഡ് യു ഗിവ് ടു യുവർ ഫാദർ? നിങ്ങളാണ് റോബിൻ്റെ പ്ലേസിലെങ്കിൽ അവൻ്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ എന്താണ് നിങ്ങളെ ഫാദറിന് കൊടുക്കുക? റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. 14th ക്വസ്റ്റ്യൻ. ഹി സ്മൈൽഡ് ആൻഡ് മിൽക്ക്ഡ് സ്റ്റെഡിലി. വൈ? അവൻ ചിരിച്ചുകൊണ്ട് എന്താണ് മിൽക്ക് ചെയ്യാണ്. അതെന്താണ്? ഹീസ് തിങ്കിങ് അബൌട്ട് ദ സർപ്രൈസിങ് മൊമെൻറ്റ്. ആ ഒരു സർപ്രൈസിങ് മൊമെൻറ്റിനെ ഓർത്തിട്ടാണ് ചിരിക്കുന്നത്. 15th ക്വസ്റ്റ്യൻ. വൈ വാസ് മിൽക്കിംഗ് നോ മോർ എ കോർ ഓഫ് റോബ്? വൈ വാസ് മിൽക്കിംഗ് നോ മോർ എ കോർ ഓഫ് വൈ വാസ് മിൽക്കിംഗ് ഒരു റുട്ടീൻ ആയിട്ടുള്ള ഒരു ഹൗസ് ഹോൾഡ് വർക്ക്, ഒരു ന്യൂ വർക്കല്ല. മീൻസ് റോബ് ഓൾവേസ് പോക്കുണ്ട്, പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല. നോ മോർ എ കോർ ഫോർ റോബ് എന്ന് വെച്ചാൽ അവൻ ചെയ്യാറുണ്ടല്ലേ ഹൗസ് ഹോൾഡ് വർക്ക് പോലും അവൻ എപ്പോഴും പോകുകയും കാണുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി 16th. ദ മിനിറ്റ്സ് വെർ എൻലെസ്. വൈ? മിനിറ്റ്സ് വെർ എൻലെസ് എന്ന് വെച്ചാൽ സമയത്തിന് എന്താണ്? മിനിറ്റ്സ് എൻലെസ് ആണല്ലേ. സമയം എന്നുള്ളത് എൻലെസ് ആണല്ലേ. വൈ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്നൊരു ഓർമ്മ കൊടുക്കുകയാണെങ്കിൽ എന്നും നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കത് ഓർക്കും. നമ്മളിപ്പോൾ പണ്ട് നമ്മളെ ചെറുതിൽ നമുക്ക് തന്ന ഗിഫ്റ്റൊക്കെ എന്നും നമ്മൾ ഓർക്കാറുണ്ട് അല്ലേ. സോ ടൈംസ് എന്നുള്ളത് ഇസ് ഫോർ വെരി എൻലെസ് ആണ്. സോ വൈ എന്ന് പറയുന്നത് ബിക്കോസ് എന്താണ്? ദ റിമൈനിങ് ലവ്, ദ ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ ലവ് റിമൈനിങ് ഇറ്റ്. സോ വി ഓൾവേസ് റിമെമ്പറിങ് ദാറ്റ് എൻലെസ്, റിമെമ്പറിങ് ഇൻ സംതിങ് ഇൻ ഫുൾ ഓഫ് അവർ ലൈഫ്. 17th ക്വസ്റ്റ്യൻ. വൈ ഡു യു തിങ്ക് ഹിസ് ഫാദർ ലാഫ്ഡ് ഇൻ എ സ്ട്രേഞ്ച് സോബിങ് സോർട്ട് ഓഫ് വൈ? എന്തുകൊണ്ടാണ് സോർട്ട് ഓഫ് വേ? എന്തുകൊണ്ടാണ് അച്ഛൻ പെട്ടെന്ന് ഒന്ന് സ്ട്രേഞ്ച് ആയിട്ടുള്ള രീതിയിലാണ് അച്ഛൻ ചിരിച്ചത്? നോർമലി ഉള്ള ആ ഒരു സ്മൈലിംഗ് അല്ല. ബിക്കോസ് ഹി വാസ് വെരി സർപ്രൈസ്ഡ് അബൌട്ട് ഹിസ് സൺസ് ഗിഫ്റ്റ് അല്ലേ. വാട്ട് ഡിഡ് ദ ഫാദർ താങ്ക് ദ സൺ ഫോർ? എന്തിനാണ് അച്ഛൻ മകനോട് താങ്ക്സ് പറഞ്ഞത്? ബിക്കോസ് ഓഫ് ഹിസ് ലവ് അല്ലേ. അവൻ്റെ സ്നേഹത്തിനാണ് ആക്ച്വലി അയാൾ എന്താണ് താങ്ക്സ് പറയുന്നത്. 19ാമത്തെ ചോദ്യം. വൈ ഡസ് ആദം സേ ദാറ്റ് ദ ഗിഫ്റ്റ് ഹി ഗോട്ട് ദാറ്റ് ക്രിസ്മസ് ഡേ ഇസ് ദ ബെസ്റ്റ് ഹി ഹാസ് എവർ ഗോട്ട്? ആദം മീൻസ് ഫാദർ പറഞ്ഞത് ഏറ്റവും നല്ല മനോഹരമായ ഗിഫ്റ്റാണിതെന്ന് പറഞ്ഞത് ബിക്കോസ് ദാറ്റ് ഗിഫ്റ്റ് ഇൻക്ലൂഡിങ് ഹിസ് സൺസ് ലവ് ഓൾസോ. ആ ഒരു ഗിഫ്റ്റിൽ തൻ്റെ മകൻ്റെ ലവും എഫേർട്ടും കൂടെ ഉണ്ട് അല്ലേ. അതാണ്. 20th ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് ദാറ്റ് ദ ഗിഫ്റ്റ് റോബ് ഗേവ് ടു ഹിസ് ഫാദർ വാസ് ട്രൂലി പ്രീഷ്യസ്? നിങ്ങളോടുള്ള അഭിപ്രായമാണ്. അത് ആക്ച്വലി പ്രീഷ്യസ് ആണോ? എന്നാണെങ്കിൽ എന്തുകൊണ്ട്? വൈ ഡിഡ് ഹി ഡിസൈഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് വൈഫ് ദാറ്റ് ക്രിസ്മസ് മോർണിംഗ്? എന്തിനാണ് റോബ് വൈഫിന് വേണ്ടി ഒരു കത്ത് എഴുതുന്നത്? ബിക്കോസ് ഓഫ് ഹി ഗീവ് ഹിസ് ലവ് അല്ലേ. സ്നേഹമാണ് അവിടെ കൊടുക്കുന്നത്. ഹി എക്സ്പ്രസ് ഹിസ് ലവ് ടുവേർഡ്സ് ഹിസ് വൈഫ്. What is the true joy of life according to the author? The true joy of life is love. Love alone could awaken love. Do you agree with this? നമ്മളോട് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. I agree for that statement. Love alone could awaken love. സ്നേഹമാണ് നമ്മൾ ഉണർത്തുന്നത് അല്ലേ.
ഫൈൻഡ് ഔട്ട് ഫ്രം ദ സ്റ്റോറി വേർഡ്സ് ഇമേജ് അസോസിയേറ്റഡ് വിത്ത് ക്രിസ്മസ്. അത് വേണ്ട, അതൊരു അതിൻ്റെ വേർഡ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ എഴുതണം. ഓക്കെ, താങ്ക് യു.